പാലക്കാട്ടേക്കൊന്ന് വന്നാൽ ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എത്തിക്കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിനേക്കാളും ശ്രദ്ധ ഒരുപക്ഷെ രാഹുലിൻ്റെ വോട്ടിലേക്ക് എത്തിയേക്കാം. ചാനലുകൾ മൊത്തം അത് കവർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിൽ തിരിച്ചടിയുണ്ടാകുക കോൺഗ്രസിനാകും. ഈ തെരഞ്ഞെടുപ്പ് ദിവസവും വടക്കൻ ജില്ലകളിൽ രാഹുൽ വിഷയം ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ചില്ലറ ഡാമേജ് ഒന്നും ആയിരിക്കില്ല കോൺഗ്രസിൽ സൃഷ്ടിക്കുക. എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അയാളെ വോട്ട് ചെയ്യാൻ എത്തുമോ? 14 ദിവസമായിട്ട് ഒളിവിലാണ്. തീർച്ചയായും രഞ്ജിത്ത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പോളിംഗ് ബൂത്തായിട്ടുള്ള സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ രണ്ടാം പോളിംഗ് ബൂത്ത് നമ്പർ 2-ലാണുള്ളത്. ഇവിടെ സുൽത്താൻപേട്ട് സൗത്ത്, ഇതാണ് ഈ മേഖലയുടെ പേര്. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ബൂത്തുള്ളത്. രാവിലെ മുതൽ തന്നെ ഇവിടെ എല്ലാവരും എത്തിച്ചേരുന്നുണ്ട്, വോട്ടിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ ഇല്ലയോ എന്ന് തന്നെയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രചരണത്തിലൊക്കെ സജീവമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിരുന്നു. എനിക്ക് വേണ്ടി പ്രചരണം നടത്തിയവർക്ക് വേണ്ടി ഞാൻ പ്രചരണം നടത്തുമെന്ന് പാർട്ടിയുടെ വിലക്കും നേതാക്കളുടെ വിലക്കും ഒക്കെ ഉണ്ടായിട്ടും രാഹുൽ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. അത് പാലക്കാട് DCCയുടെ ഒരു മൗനാനുവാദത്തോടെയാണെന്ന തരത്തിലും വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ പരാതി എത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതോടെ സാഹചര്യങ്ങൾ മാറുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്നറിയാത്ത അവസ്ഥയാണ് 14 ദിവസമായിട്ട്. അതായത് ഒരു നാട്ടിലെ MLA എവിടെയാണെന്നറിയാത്ത അവസ്ഥയാണ് 14 ദിവസമായിട്ട് ഇവിടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് 2 കേസുകളിലും മുൻകൂർ ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കി പുറത്തിറങ്ങാവുന്നൊരവസ്ഥയാണ്. പക്ഷേ ഇന്നത്തെ നിർണായക ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയാൽ, പാർട്ടിക്ക് പുറത്തായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഏതെങ്കിലും നേതാക്കൾ ഉണ്ടെങ്കിൽ, കോൺഗ്രസിൻ്റെ ഏതെങ്കിലും താഴെത്തട്ടിലെ പ്രവർത്തകരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയ തോതിൽ തന്നെ ചർച്ചയാവുകയും ഒരു ഇടതുപക്ഷമൊക്കെ വലിയ തോതിൽ അതൊരു പ്രചരണ വിഷയമാക്കി എടുക്കുകയും അങ്ങനെ ഒരു ഇന്നത്തെ ദിവസത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ വോട്ടിലേക്ക് മാറുകയും അത് UDFന് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തീർക്കുമോ എന്നൊരാശങ്കയും UDFനെ സംബന്ധിച്ചിട്ടുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രചരണം തന്നെ UDFനെ സംബന്ധിച്ച് അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തി ഒരുപക്ഷെ UDFന് അനുകൂലമായിട്ട് സംസാരിച്ചാൽ പോലും അത് ഗുണത്തേക്കാളേറെ ദോഷം തന്നെയായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ UDFന് നൽകുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ 14 ദിവസത്തെ ഈ ഒളിവ് ജീവിതത്തിന് ശേഷം വോട്ട് ചെയ്യാനെത്തുമോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഒരുപക്ഷെ രാഹുൽ എത്തിയാൽ ഇന്ന് മാറിയേക്കാം, സംശയമില്ലാത്ത കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ബൂത്തിൽ CV അനുമോദ് തുടരുന്നുണ്ട്. നമുക്ക് KV ബൈജുവിലേക്ക് ഒന്ന് പോകണം. അവിടെ കണ്ണൂർ, കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ വലിയ പ്രചരണ കോലാഹലങ്ങൾ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് ഇത്. കണ്ണൂർ കോർപ്പറേഷൻ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ്. UDFന് സ്വാധീനമുള്ള UDF ഭരണത്തിലുള്ള ഒരു കോർപ്പറേഷനാണ്. കാസർഗോഡായാലും ലീഗും അടക്കം വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന, ഈ 3 മുന്നണികളും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന 2 ജില്ലകൾ കൂടിയാണ്. എന്താണ് സാഹചര്യം? രാവിലെ ബൈജുവിന് തൊട്ടുപുറകിൽ ഒരുപാട് വോട്ടർമാരെ കാണാം, സ്ത്രീകളടക്കമുള്ള വോട്ടർമാരെ കാണാം. വലിയ ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും രഞ്ജിത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുന്നണികൾക്കും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾക്കും നെഞ്ചിടിപ്പിന്റെ സമയമാണ്. വോട്ടെടുപ്പ് സുഗമമായി ആരംഭിച്ചിരിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. ഏതായാലും ഇന്ന് ഒരുപാട് രാഷ്ട്രീയ പ്രതികരണം കൂടി എത്തുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ്, ഒപ്പം നിരവധി നേതാക്കൾ ഇന്ന് വോട്ട് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത. അത് തന്നെയാണ് കണ്ണൂരിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, സ്ത്രീകളുടെ നീണ്ട നിരയാണ് രാവിലെ മുതൽ തന്നെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തുല്യമായ അത്രത്തോളം വാശിയേറിയ ഒരു മത്സരം എന്നൊക്കെ നമുക്ക് പറയാം. അത്രത്തോളം രാവിലെ സാധാരണഗതിയിൽ ഇത്രത്തോളം തിരക്കുകളൊന്നും നമുക്ക് ബൂത്തുകളിൽ കാണാൻ സാധിക്കാറില്ല. പക്ഷേ പതിവിന് വിപരീതമായി വലിയ തോതിൽ സ്ത്രീകൾ വോട്ട് ചെയ്യുന്നു. ഒരു പക്ഷേ ഇത് പോളിംഗ് ശതമാനത്തിലൊക്കെ വലിയ വർധനവുണ്ടായേക്കാം. അത്തരം സൂചനകളിലേക്കാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പോകുന്നത്. അത്രത്തോളം ആളുകൾ, അത് പുതുതലമുറയിൽപ്പെട്ട ആളുകളുണ്ട്, ഒരുപാട് പ്രായമായവരുണ്ട്, അങ്ങനെ എല്ലാവരും രാവിലെ തന്നെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിന് 8:30 പിണറായിയിലെ ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂളിലെ 1-ാം ബൂത്തിലായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സ്പീക്കർ AN ഷംസീർ തലശ്ശേരി നഗരസഭയിലെ
പുന്നോൽ LP സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തും. മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, അതുപോലെ തന്നെ AK ശശീന്ദ്രൻ എന്നിവർക്കും കണ്ണൂർ ജില്ലയിലാണ് വോട്ട്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ കണ്ണൂരിൽ വോട്ട് ചെയ്യുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇത്തവണ വോട്ടില്ല. പ്രധാനപ്പെട്ട ആന്തൂർ നഗരസഭയിലെ 2ാം വാർഡിലാണ് അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. അവിടെ സ്ഥാനാർത്ഥി രജിത എതിരില്ലാതെ തെരഞ്ഞെടുത്തതോടുകൂടി അവിടെ വോട്ടില്ലാത്തൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മട്ടന്നൂർ നഗരസഭയിൽ ഇത്തവണ വോട്ടിൽ 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ KK ശൈലജയ്ക്കും ഇന്ന് വോട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ഏതായാലും ഗോവിന്ദൻ മാഷ് 10 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പിണറായി വിജയൻ 8:30 വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഒരുപാട് രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇന്ന് വരാനുണ്ട്, കണ്ണൂരിൽ നിന്ന് വരാനുണ്ട്. അത് തന്നെയാണ് കണ്ണൂരിൽ ഏറ്റവും പ്രധാനമാക്കുന്നത്. മറ്റൊന്ന്, കണ്ണൂർ കോർപ്പറേഷനാണ് അഭിമാന പോരാട്ടം നടക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആകെയുള്ള ഒരു കോർപ്പറേഷനാണ്. 6 കോർപ്പറേഷനുകളിൽ UDF ഭരിക്കുന്നത് ഏക കോർപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ അത് നിലനിർത്തുക എന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ഇടതുമുന്നണിക്കാണ് മുൻതൂക്കമെങ്കിലും ഇത്തവണ കൂടുതൽ ഇടങ്ങളിലേക്ക് UDF കടന്നു കയറും എന്ന തരത്തിലാണ് അവരുടെ പ്രചരണവും അത്തരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ സമയങ്ങളിൽ ഒക്കെ കണ്ടിരുന്നത്. എന്നാലും അങ്ങനെ വാശിയേറിയ മത്സരം നേർക്കുനേർ UDFും LDFും നേർക്കുനേർ മത്സരം നടക്കുന്നു എന്നതാണ് കണ്ണൂർ ജില്ലയെ പ്രത്യേകത. പക്ഷേ കാസർഗോട്ടേക്ക് വരുമ്പോൾ സ്ഥിതി അങ്ങനെയല്ല. പലയിടങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമുണ്ട്. BJPയുടെ സാന്നിധ്യം വലിയ തോതിലുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. പ്രത്യേകിച്ച് കാസർഗോഡും അതുപോലെ തന്നെ മഞ്ചേശ്വരവും 2 മണ്ഡലങ്ങളിലും BJPക്ക് ഏറെ സ്വാധീനമുണ്ട്. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു ആ പ്രവർത്തനം അത് അങ്ങനെയാണ് അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കാണുന്നത്. ജില്ലാ പ്രസിഡന്റ് അശ്വിനി ആയാലും അവരോട് സംസാരിക്കുമ്പോഴൊക്കെ അവരുടെ ആ രീതി അങ്ങനെയായിരുന്നു. എന്തായാലും കാസർഗോഡ് നഗരസഭയിലാണ് വളരെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. അവിടെ BJP കാലങ്ങളായി 2ാം സ്ഥാനത്താണ്. BJP കാസർഗോഡ് നഗരസഭ പിടിക്കുമോ അത് ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് എടുത്തു പറയേണ്ടതാണ്. ഒരു അംഗത്തിന്, അതായത് ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടി LDF ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഭരണം ഇത്തവണ UDF പിടിച്ചെടുക്കുമോ അത് വളരെ പ്രധാനമാണ്. അത്തരത്തിൽ രാഷ്ട്രീയ കൗതുകങ്ങളും ഒരുപാട് പ്രത്യേകതയും ഒക്കെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. 2 ജില്ലകളാണ് കണ്ണൂരും കാസർഗോഡും എന്ന് പറയുന്ന സംശയമില്ല. 3 മുന്നണികളും ഒരേപോലെ പ്രതീക്ഷ അർപ്പിക്കുന്ന ജില്ലകൾ തന്നെയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ വോട്ട് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. അത് പിണറായി വിജയൻ ഉൾപ്പെടും. നേരത്തെ ബൈജു പറഞ്ഞതുപോലെ MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാർഡിൽ എതിരില്ലാതെ സ്ഥാനാർത്ഥി ജയിച്ച പശ്ചാത്തലം കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. KK ശൈലജ അവിടെ ഉണ്ട്. അങ്ങനെ നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ പ്രധാന മുഖങ്ങളെല്ലാം വടക്കൻ കേരളത്തിൽ നിന്ന് വരുന്നവരാണ്. അവരൊക്കെ ഇന്ന് വോട്ട് ചെയ്യും. സ്വാഭാവികമായും അവരുടെയൊക്കെ പ്രതികരണങ്ങളും ഉണ്ടാകും. നേരത്തെ തെക്കൻ ജില്ലകളിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ വോട്ട് ചെയ്തിരുന്നു, BJP നേതാക്കളൊക്കെ വോട്ട് ചെയ്തിരുന്നു. അവരുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ഇന്നിപ്പോൾ വടക്കൻ ജില്ലയിലേക്ക് എത്തുമ്പോൾ ഇന്ന് ഇടതുപക്ഷ നേതാക്കളുടെ പ്രതികരണമായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുക എന്ന കാര്യത്തിൽ സംശയമില്ല. ബൈജു, പ്രധാനപ്പെട്ട നേതാക്കൾ പിണറായി വിജയൻ അടക്കം വോട്ട് ചെയ്യാനെത്തും. അദ്ദേഹം ഒരുപക്ഷെ ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലെത്തിക്കാണും. മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര മണിയോടുകൂടി എന്ന് വ്യക്തമായിട്ടുണ്ടോ? അവരുടെ ഒരു സമയക്രമമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇന്ന് അവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. തൊട്ടിപ്പുറത്ത് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ വോട്ട് ചെയ്യാൻ എത്തിയേക്കുമെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്.